ഹായ് ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ അച്ചാർ ബിസിനസ്സിനെ പറ്റിയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരു ബിസിനസ് സ്വന്തമായിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് തുടങ്ങാൻ വലിയ പാടൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞാൽ ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തിലാണോ നമ്മുടെ കഴിവുള്ളത് വെച്ചാൽ ആ കഴിവ് വെച്ചിട്ട് വേണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അറിയാത്തൊരു മേഖലയിലേക്ക് ഒരിക്കലും നമ്മൾ തിരിയരുത്. അറിയുന്ന മേഖലയിലേക്ക് വേണ്ടി മാത്രം തിരിയുക. അതായത് നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് അറിയിച്ചാൽ ആ സ്റ്റിച്ചിങ്ങിന് നമുക്ക് എന്തൊക്കെ തരത്തിൽ മോഡലും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും, അതിൽ മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് വേണം ആ ഒരു ബിസിനസ്സിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ കാര്യത്തിന് അതേപോലെ തന്നെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ട്രെൻഡിങ്ങിനൊപ്പം നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളാണെങ്കിലും ട്രെൻഡ് എന്താണോ ആ ട്രെൻഡിനനുസരിച്ചിട്ട് വേണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നമുക്ക് അറിയുന്ന ഏതെങ്കിലും മോഡൽ ചെയ്യാതെ നമുക്ക് പറ്റുന്ന തരത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള മോഡലും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. എന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടും. പിന്നെ നമുക്കുള്ള ആ ഒരു കഴിവിനെ ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുള്ളത് ആദ്യം നോക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും സ്റ്റിച്ചിങ്ങിൽ തന്നെ ഇന്ന് ട്രെൻഡായിട്ട് നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത്, അതായത് ഇപ്പോൾ ഒരു ബ്രൈഡിനാണെങ്കിൽ ബ്രൈഡിൻ്റെ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് കൊണ്ട് ഉപകാരപ്പെടുന്ന നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക. കാരണം ഇന്നൊരു കല്യാണം ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഇറക്കുന്ന ക്യാഷിന് പറഞ്ഞാൽ ഒരു കണക്കുമില്ല. ബാഗ്, അതുപോലെ തന്നെ ബ്രൈഡ്സ് ഇടുന്ന ചെരുപ്പുകളാണെങ്കിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, ഒക്കെ ഇതിലൊന്നും നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്